നെയ്യാറ്റിൻകര സരസ്വതി വിദ്യാലയത്തിൽ സംഘപരിവാർ ജീവനക്കാരനാൽ അപമാനിക്കപ്പെട്ട ജയശ്രീ എന്ന ദളിത് സ്ത്രീ ഓർമ്മയില്ലേ? മാധ്യമങ്ങൾ മറന്നിട്ട് പോയെങ്കിലും CPM അവരെ മറന്നില്ല. സംസ്ഥാനത്ത് ഭരണത്തിലില്ലെങ്കിൽ പോലും തലസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്തിന്റെ CPM ഭരണസമിതി ജയശ്രീയുടെ അഭിമാനമുയർത്തിക്കൊണ്ട് അവർക്ക് സ്ഥിര ജോലി നൽകിയിരിക്കുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ജാതി അധിക്ഷേപം നേരിട്ട സ്ത്രീയെ സമൂഹം എങ്ങനെയാണ് ചേർത്ത് പിടിക്കുന്നു എന്നതിന്റെ നേർ സാക്ഷ്യമാണ് ആ ദൃശ്യം. നോക്കിയേ, ജയശ്രീയെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള കൊറ്റാമം സാഫല്യം കെയർ ഹോമിൽ ശുചീകരണ തൊഴിലാളിയായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. നേരത്തെ 5000 രൂപയ്ക്ക് സ്കൂൾ ബസ്സിൽ ആയി ജോലി നൽകിയതിനു ശേഷം അവരെ സ്മെല്ലുണ്ട് എന്ന പേരിൽ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു പിന്നോക്കക്കാരിയായ സ്ത്രീയെ സംബന്ധിക്കുന്നിടത്തോളം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കപ്പെട്ട സന്ദർഭമായിരുന്നു. ആ സംഭവം ഉണ്ടായതിനു പിന്നാലെ സംഘപരിവാറുകാരാൽ അപമാനിക്കപ്പെട്ട സ്ത്രീയെ ഒരു സംഘപരിവാറുകാരനും പോയി തിരിഞ്ഞു നോക്കിയില്ല. അല്ലെങ്കിൽ ആ സ്കൂളിലുള്ളവർ പോലും അങ്ങനെ അപമാനിക്കപ്പെട്ട സ്ത്രീയെ ചേർത്ത് പിടിക്കാൻ സ്കൂൾ അധികൃതരും തയ്യാറായില്ല. അവർക്ക് 916 സംഖ്യയായിട്ടുള്ള അഭിലാഷിനെ ചേർത്ത് പിടിക്കാനായിരുന്നു താല്പര്യം. എന്നാൽ ഈ നാട്ടിൽ ഇപ്പോഴും പിന്നോക്കക്കാരനൊക്കെ അപമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ ഇടതുപക്ഷത്തിനെ കഴിയുള്ളൂ എന്ന് ജയശ്രീയുടെ നിയമനം തെളിയിക്കുകയാണ്. ജയശ്രീയുടെ ആ അവസ്ഥ മാധ്യമങ്ങളിലൂടെ വാർത്തയായി പുറത്തു വന്നതിന് ശേഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നേരിട്ട് കാണുകയും ജില്ലാ പഞ്ചായത്തിന് കീഴിലെ ഒരു സ്ഥാപനത്തിനകത്ത് ശുചീകരണ തൊഴിലാളിയുടെ ജോലി കൂടി നൽകുമ്പോൾ അവർക്ക് ആ വീട്ടിലേക്ക് ഒരു നിത്യ വരുമാനം കൂടി ഉറപ്പാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ സംഘപരിവാറുകാരാൽ അപമാനിക്കപ്പെടുന്നവരെയൊക്കെ ഈ നാട്ടിൽ ചേർത്ത് പിടിക്കാൻ ഒരേ ഒരു സംഘടനയുള്ളൂ, അതാണ് ഇടതുപക്ഷം. ചില പിന്നോക്കക്കാരായിട്ടുള്ളവർ സംഘപരിവാറിന് പിന്നാലെ നടക്കുമ്പോൾ ചില കാര്യസാധ്യത്തിന് അവർക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി കൊണ്ടു നടക്കുന്നതാണെന്ന് ആലോചിച്ചോളൂ. അല്ലെങ്കിൽ അവരുടെ മനോഭാവ പ്രകാരം എന്താണോ ജയശ്രീക്ക് നേരിൽ പറഞ്ഞത് അത് അവരുടെ ഉള്ളിലുണ്ട്. ഉള്ളിലുള്ള കാര്യം മാത്രമേ പുറത്തേക്ക് തികട്ടി വരത്തുള്ളൂ. അത് തിരിച്ചറിയാതെ ഇപ്പോഴും ഹിന്ദു എന്ന പേരിൽ താങ്ങി നടക്കുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ ജയശ്രീയുടെ അവസ്ഥ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ അപമാനിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്താനും സമൂഹത്തിൽ അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും ആര് ശ്രമിക്കുന്നു എന്നതിന്റെ ഉത്തരം കൂടിയാണ് നിയമനമെന്ന് പറയേണ്ടി വരികയാണ്.